ഹലോ ഗൈസ്, കണവ പിടിക്കാം. ഒരു സെറ്റ് കണവയുണ്ട്. നമുക്ക് നോക്കാം കണവ എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമെന്ന്. ഓ ഗൈസ്, ചാടയാണ്. ഇനി അങ്ങ് താഴെ ഞാനും പോകണമല്ലോ. ഒരു സെറ്റ് കണവ വയ്ക്കാം, ഒരു സെറ്റ് കണവ. പക്ഷേ ഇത്ര എണ്ണം കിട്ടുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടുണ്ടാക്കാതെ പോവാം, എന്നാലേ കണവ കിട്ടൂ. അവിടെ തന്നെ വയ്ക്കണം. ഓ ഇതാണ്ട് ഇവിടെയാണ് നിൽക്കുന്നത് വലുത്. ഓ ഇഞ്ഞു വന്നു പൊടിമീൻ്റെ ഇതാ. ഇവിടെ നിന്നിറങ്ങിയാൽ കറക്റ്റായിരിക്കും. സെറ്റോടെ ഇതാ കണ്ടില്ലേ നേരെ ഫ്രണ്ടില്. സ്കാറ്റഡ് ആയിട്ടാണ് കിലോ. പുല്ല് പോയി പണിവാളി അല്ല, ഇങ്ങോട്ട് കയറി. ഇതുണ്ടോ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ പോണം. ഇതോ അങ്ങോട്ട് പോകണം. വെളിയിൽ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അപ്പുറത്ത് നിന്ന് ആ വെട്ടിക്കൊണ്ടുവന്ന മീനൊക്കെ കയറി കാണും. കണവയുണ്ട് കേട്ടോ. കണവയല്ല, മറ്റേ വലിയ കാര കിടക്കണം. ഒരു വലിയ കാര കിടക്കണം. കണവ അങ്ങോട്ട് പോയല്ല, ഒരു കണവ കിടക്കണം. പൂലാവും കേട്ടോ. അത് വലിയ കാരയല്ലേ. കണവൊന്നും കിട്ടിയില്ല. എല്ലാം ഇഞ്ഞ് വന്നിട്ട് പോയി. അങ്ങോട്ട് കണവ കുറയൊന്നുമില്ലേ. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലാണെന്ന് മീൻപിടുത്തം. കണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഇപ്പോൾ നമുക്കൊരു സൈസ് ഫൂലാവിൻ്റെ അയ്യര് കളിയാണ്. വല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കാം, മീനെ പിടിക്കണം. മീനെ പിടിച്ചേ പറ്റൂ. ഒരു വലിയൊരു വറ്റയും അതുപോലെ വലിയൊരു ഫൂലാവും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മീനെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. തോണ്ട ചാള നെമ്മീൻ ചാളേ. കൊഴിയാളേ. കളർ ചാള. ഇതിൻ്റെ കുഞ്ചായിരിക്കും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ലൂറ് പോലെ ഇരിക്കണം. ഹലോ മച്ചന്മാരെ, നമ്മൾ കടലിൽ വലയെറിയാൻ പോവുകയാണ്. നമ്മുടെ തൊട്ട് മുന്നിൽ മീനുണ്ട്. മീനൊക്കെ നല്ല ആക്ടിവിറ്റിയാണ്. പക്ഷേ തീരത്തുണ്ടോയെന്നറിയില്ല. നമ്മളെന്തായാലും കടലിൽ നിറയാൻ പോവുകയാണ്. കായലിൽ നിന്ന് അധികം മീനൊന്നും കിട്ടിയില്ല. അഴിമുഖത്ത് നിന്ന് അധികം മീൻ കിട്ടില്ല. അതുകൊണ്ട് കടലിലോട്ട് എറിയാൻ കരുതി വന്നു. അപ്പോൾ നല്ല വലിയ തിര അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിറങ്ങിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇറങ്ങിപ്പോയി അടുത്ത തിര വരികയാണ് ഗൈസ്. വളരെ മനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വല, ഇന്നത്തെ ആദ്യത്തെ വലയാണ്. കടലിലെറിയുന്ന ആദ്യത്തെ വലയാണ്. നമുക്ക് കുറച്ച് മീനൊക്കെ അല്ല കിട്ടിയിട്ടുണ്ട്, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. കടലിൽ വലയിറങ്ങി വലിക്കുന്ന ഒരു ടാസ്ക് പണിയാണ്. ഉണ്ടല്ലോ, അപ്പോൾ ആദ്യത്തെ വല അങ്ങനെ വലിച്ച് കയറ്റുകയാണ്. മീനുണ്ടോ? രാവിലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. വളരെ നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ വലയടിക്കുകയാണ്. ആദ്യത്തെ വലയിൽ മീനൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ വലയാണ് കടലിലടിക്കുന്നത്.
വെള്ളം തെളിവായതുകൊണ്ടാണ് മീൻ കിട്ടാൻ പ്രയാസമെന്ന് തോന്നുന്നു. പക്ഷെ മീൻ അകത്തോട്ട് നിൽക്കുകയാണ്, നല്ല ആക്ടിവിറ്റിയുണ്ട്. ആ വലയിലും മീനില്ല എന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇനി ചിലപ്പം കാണുമോ? ഉണ്ടോ? ഇല്ല കേട്ടോ. വല അടിച്ച് കൊലച്ച് കളഞ്ഞു. ഗെയ്സ്, അതൊരു ചെമ്പല്ലിയല്ലേ ഇതോ വലയിൽ കുടുങ്ങി കിടക്കുന്നത്? ആ മീൻ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കാം. കണ്ട നിങ്ങൾ കണ്ട? ഗൈസ് നോക്ക് മീൻ കണ്ട. ഗൈസ് മീനിനെ കൈക്കകത്താക്കിയെന്നാണ് തോന്നുന്നത്. ആക്കി കുഞ്ഞൻ ചെമ്പല്ലിയാണ്, വലയിൽ കുടുങ്ങിക്കിടന്നതാണ്. കണ്ടാ? ഓ കൈ കൊണ്ട് പിടിച്ച് ചെമ്പല്ലിയതാ കൊണ്ട് കരയ്ക്ക് എത്തിച്ചു. ഇനി ബക്കറ്റ്. ഹലോ ഗൈസ്, നമ്മൾ വന്നപ്പോൾ ഒരു കെട്ട് മീൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എറിയാൻ പോവുകയാണ്. മാലാവാണ്. നിൽക്കണേ. വാവ്, സൂപ്പർ! എല്ലാ മാലാവിൻ്റെ പുറത്തുമാണ് ഇറങ്ങി വെച്ചത്. പക്ഷേ വലയുടെ പുറത്തും എല്ലാം ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇതാ പോണ് മീൻ. ഒരു കെട്ട് മീൻ ഇഞ്ഞ് പോയി. മാലാവല്ല, പക്ഷെ കാരയന്ത്രമാണ്. അപ്പോൾ ഗൈസ് വല വലിച്ചടുപ്പിക്കുകയാണ്. ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാ മീനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ സൈഡ് പൊങ്ങിയാണെന്നാ പക്ഷെ വല. ഇത്രയും മാലാവിൻ്റെ പുറത്തിറങ്ങിയപ്പം ഒരു മാലാവാണ് കിട്ടിയത്. ആന്ന് തോന്നുന്നു. പിന്നെ കുറേ കുഞ്ഞൻ മീനുകളാക്കി. പൂല, കടൽക്കരിമ്പ്, പൂല കണ്ടല്ലോ. അത് ഇങ്ങോട്ട് വരാണ്. പക്ഷെ അതിന് മുന്നേ ഓടി. അത് വല വീണതിന് മുമ്പേ ഓടി. ഉണ്ടോ?